സർ, യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ കമ്പനികളിൽ ജോലി ചെയ്യുന്ന അമേരിക്കക്കാരോട് ഉടൻ തന്നെ ഗൾഫ് രാജ്യം വിട്ടു പോകണം എന്നാണ് ഇറാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇറാൻ എന്തെങ്കിലും യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആക്രമണം ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം അമേരിക്കക്കാരോട് ഉടൻ തന്നെ ഗൾഫ് മേഖല വിട്ടുപോകാൻ ഇറാൻ ഈ രീതിയിൽ ആഹ്വാനം ചെയ്യുന്നത്? യുഎഇയിലെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻസിനോട് മാത്രമല്ല ഇറാൻ ഇത്തരത്തിലൊരു വാർണിംഗ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായി ചെയ്ത വാർണിംഗ് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്ന മറ്റു രാജ്യക്കാർ, അതായത് അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാരോടും ആ ജോലി സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാനാണ് ഇറാൻ ഒരു വാർണിംഗ് സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അമേരിക്കൻ കമ്പനികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത പലതും അമേരിക്കൻ കമ്പനികളാണ്. ഉദാഹരണം ഞാൻ പറയാം. പെപ്സി അമേരിക്കൻ കമ്പനിയാണ്. നമ്മളിവിടെ ധാരാളമായി ഭക്ഷണം വാങ്ങി കഴിക്കുന്ന KFC അറിയാലോ, കെൻഡുക്കി ഫ്രൈഡ് ചിക്കൻ, അമേരിക്കൻ കമ്പനിയാണ്. മെക്ഡൊണാൾഡ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് ഇതൊക്കെ അവിടെ ഉണ്ട്, ഇതും അമേരിക്കൻ കമ്പനിയാണ്. പിന്നെ IT മേഖലയിലേക്ക് കടന്നാൽ യാഹു, ഗൂഗിൾ, അങ്ങനെ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ഒരുപാട് വലിയ വലിയ കമ്പനികളൊക്കെ ഈ ഗൾഫിലെ അതിൻ്റെ ഓഫീസുകളും പ്രൊഡക്ഷൻ യൂണിറ്റും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അമേരിക്കൻ കമ്പനികളാണ്. പക്ഷെ ഈ കമ്പനികളിലൊന്നും അമേരിക്കക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. അതിന്റെ ഹെഡിലോ മാർക്കറ്റിംഗ് ഹെഡിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹെഡിലോ ഒക്കെ അമേരിക്കക്കാർ കാണും. അവിടെ ജോലി ചെയ്യുന്ന അധികവും ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ശ്രീലങ്കക്കാരും ഫിലിപ്പൈൻകാരും ആ നാട്ടിലെ അറബികളൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഒരു 5000 ആള് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 50 100 ആളെ അമേരിക്കക്കാരെ കാണാൻ പറ്റൂ, ബാക്കി മുഴുവൻ വേറെ നാട്ടുകാരാണ്. അത് കാരണമാണ് ഇറാൻ ഇങ്ങനെ ഒരു വാർണിംഗ് തന്നിരിക്കുന്നത്. അതായത് ഒരു 5000 ആള് ജോലി ചെയ്യുന്ന ഒരു അമേരിക്കൻ കമ്പനി, അതിലുള്ള ജോലിക്കാരോട് അവിടെ നിന്ന് വിട്ടു നിൽക്കാൻ, മാറി നിൽക്കാനാണ് ഇറാന്റെ വാർണിംഗ്. അപ്പൊ ഈ വാർണിംഗ് കൊടുത്തത് എന്തിനായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ചിലപ്പോൾ അവര് ഈ കമ്പനി മിസൈൽ ആക്രമണം നടത്താനുള്ള പദ്ധതിയായിരിക്കും. അപ്പൊ മിസൈൽ ആക്രമണം നടക്കുമ്പോൾ ഈ നിരപരാധികളായ അന്യ നാട്ടുകാരെ എന്തിന് മരിച്ചു പോകണമെന്ന് തോന്നിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇറാൻ ഇത്തരത്തിലുള്ള ഒരു വാർണിംഗ് ഇറക്കിയിരിക്കുന്നത്. ഇനി പേടിപ്പിക്കാനാണോ എന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെ തന്നെയായാലും ഇത് അത്ര നല്ല ഒരു കാര്യമല്ല, നല്ല ഒരു ലക്ഷണമല്ല. ഈ ഇറാൻ ഈ UAEയിലോ ബഹ്റിനിലോ സൗദി അറേബ്യയിലോ കുവൈത്തിലോ അല്ലെങ്കിൽ ഖത്തറിലോ ഒക്കെയുള്ള അമേരിക്കൻ കമ്പനികളിലെ ജീവനക്കാരോട് കമ്പനിയിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്ന ഈ വാർണിംഗ് പുറത്തിറക്കുമ്പോൾ അത് അത്ര നല്ല കാര്യമല്ല. ഇനി മിസൈൽ ആക്രമണം നടത്തിയില്ലെങ്കിലും ആ കമ്പനിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ഇത് ബാധിക്കില്ലേ? കാരണം ആ കമ്പനി എങ്ങനെ പ്രവർത്തിക്കും? അതിലെ ജീവനക്കാര് ജോലി ചെയ്യാൻ വന്നില്ലെങ്കിൽ ആ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകും? ആ കമ്പനി നഷ്ടത്തിലേക്ക് പോകില്ലേ? അങ്ങനെ പലതരം ലാക്കാക്കി കൊണ്ടുള്ള ഇറാന്റെ ഈ കളി ഈ മിഡിൽ ഈസ്റ്റിൽ എന്ന് നിൽക്കും, എന്ന് നിർത്തും, ആര് നിർത്തും, ആരതിന് മുൻകൈ എടുക്കും, ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തിനു പറയുന്നു? ഇറാൻ ഇന്ന് ആരാണ് അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് ആർക്കും അറിയില്ല, അമേരിക്കയ്ക്ക് അറിയില്ല. അമേരിക്ക എപ്പോഴും പറയുന്നുണ്ട് ഖൊമൈനി മരിച്ചപ്പോ മകൻ മൊജിദബ വന്ന് സ്ഥാനം ഏറ്റു, പക്ഷെ അതും മരിച്ചുപോയി എന്നാണ് ട്രംപ് പറയുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് കേട്ട ഒരു റൈറ്റിംഗ് മെസ്സേജ് അദ്ദേഹത്തിന്റെ വരുന്നു കണ്ടു. അദ്ദേഹം എവിടെയുള്ളതെന്ന് ആർക്കും അറിയില്ല. ചിലർ പറയുന്നത് റഷ്യയിലുണ്ട്, ചിലർ പറയുന്നത് ജർമ്മനിയിലുണ്ട്, ചികിത്സയ്ക്ക് പോയിരിക്കുകയാണെന്ന്. പക്ഷെ എന്തൊക്കെ ആയാലും ഇറാനിൽ ആരാണ് ഇപ്പൊ നേതൃത്വത്തിൽ ഇരിക്കുന്നത്? ഇന്നലെ ഒരു ന്യൂസ് കാണുന്നുണ്ട്, ഇറാനിയൻ റിപ്പബ്ലിക് ഗാർഡ്സ് ആണ് ഇപ്പൊ കൺട്രോള് രാജ്യത്തിന്റെ. ഈ മൊജിദബിയുടെ ആ ഒരു ഗ്രൂപ്പ് അല്ല ഇപ്പൊ അവിടെ കൺട്രോൾ ഉള്ളത്. അങ്ങനെ പലതരം ന്യൂസുകൾ പുറത്തു കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഇറാനിൽ നിന്ന് ഈ ഷാഹിദ് ഡ്രോണുകളും മിസൈലുകളും ഈ ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലിലൊക്കെ ഇപ്പോഴും പോയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ
ഈ മിസൈലുകൾ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഇറാന്റെ ഒരു വാർണിംഗ് ആയിട്ട് വരുന്ന ഈ മെസ്സേജ്, അതായത് ഈ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ അവിടെ നിന്ന് വിട്ടു നിൽക്കണം, ഇത് വിട്ടുനിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും എന്ന് അവർ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുക എങ്ങനെയാ ജോലിക്കാർ? അല്ലെങ്കിൽ തന്നെ അവിടെയുള്ള നാട്ടിലുള്ള എല്ലാവരും പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. കാരണം ആകാശത്തേക്ക് നോക്കിയ മിസൈലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് വെച്ച് തന്നെ അതൊക്കെ നശിപ്പിച്ച് കളയുന്നുണ്ടെങ്കിലും ഒരു പേടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അമേരിക്കൻ കമ്പനിയിൽ ജോലി എടുക്കുന്നവരോട് ആ കമ്പനിയിൽ നിന്ന് മാറി നിൽക്കാൻ ഇറാന്റെ വാണിംഗും കൂടി. അപ്പോ എന്തായാലും വലിയ സുഖമുള്ളൊരു കാലാവസ്ഥയല്ല ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഓരോ ദിവസവും ചെല്ലും തോറും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് ഇറങ്ങണം. അതിനിട്ട് അവരെ ഇറങ്ങിയിട്ടുമില്ല. ഇതുവരെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഒരു രാജ്യം പോലും, അതായത് സൗദി ആയാലും UAE ആയാലും ബഹ്റിൻ ആയാലും ആരും തന്നെ ഈ ഇറാനിലേക്ക് ഒരു കല്ലെടുത്ത് എറിയ പോലും ചെയ്തിട്ടില്ല. എന്നിട്ടല്ലേ മിസൈലോ ബോംബോ എന്തെങ്കിലും. ഇപ്പോഴും അവര് ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്തു, എന്നാലും അങ്ങോട്ട് ഒരു ആക്രമണത്തിന് ഇതേവരെ ഈ ഗൾഫ് രാജ്യങ്ങൾ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇതിലൊരു പ്രധാന പോയിന്റ്. എത്ര അടി കിട്ടിയപ്പോ ഒരടി തിരിച്ചു കൊടുക്കാൻ ഈ രാജ്യങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. എത്ര അടി വരുമ്പോഴും ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നത് അമേരിക്കയോ ഇസ്രായേലോ മാത്രമാണ്. ഈ സമയത്താണ് വീണ്ടും ഇറാൻ ഈ ഗൾഫിലുള്ള കമ്പനി, അമേരിക്കൻ കമ്പനി ആയിരിക്കാം, ആ കമ്പനിയുടെ ജോലിക്കാരോട് പറയാണ് ജോലിക്ക് പോകണ്ട. അതും വലിയൊരു സംഭവം തന്നെയാണ്. ഇത് എത്ര കാലം ഇങ്ങനെ തുടരാൻ പറ്റും? ആകാശത്ത് മിസൈൽ, കരയിൽ നിൽക്കുന്ന കമ്പനി പണി നടക്കണ്ട, കമ്പനി പണി എടുക്കണ്ട, ഇതും ഇറാൻ അവിടെ ഇരുന്ന് പറയുകയാണ്. അപ്പോ ഇത് അധികകാലം പോയി കഴിഞ്ഞാൽ ഇറാന്റെ കാര്യം കട്ടപ്പുകയാണ്, ഗൾഫ് രാജ്യത്തിന്റെയും അവസ്ഥ വളരെ പരിതാപകരമായി മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. കാര്യമായിട്ട് ഏതെങ്കിലും ഒരു ലോകരാജാവോ ഒരു ലോകരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയോ ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയേ മതിയാവും. യെസ്, എന്തായാലും ഈ രീതിയിൽ ലോകരാജ്യങ്ങൾ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ്. കാരണം ഈ സംഘർഷങ്ങൾ മുഴുവൻ ബാധിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാധിക്കുന്നത് ഗൾഫ് മേഖലയാണ്. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ കമ്പനികളോട്, അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളോടും പോകാനാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ ഇറാൻ മറ്റെന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നറിയാൻ സാധിക്കുന്നില്ല. അമേരിക്കൻ കമ്പനികൾ എന്ന് പറയുമ്പോൾ ജയശങ്കർ സാർ ഈ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള അമേരിക്കൻ കമ്പനികളും UAE-യിലും മറ്റ് ഗൾഫ് മേഖലകളിലും ഒക്കെ ആയിട്ടുണ്ട്. ഏത് രീതിയിൽ ഇത് ഗൾഫ് മേഖലയെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.